അപ്പോൾ ചെങ്ങാമാരെ നമ്മൾ ജനറേറ്റർ എഞ്ചിൻ്റെ ടർബോ ചാർജർ ഓവറോൾ ചെയ്യാൻ പോവാണ്. നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്ത ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഷിപ്പിലേക്ക് വേണ്ട മെയിൻ സപ്ലൈ കൊടുക്കുന്ന എഞ്ചിൻ. അപ്പോൾ അതിൻ്റെ ടർബോ ചാർജ് നമ്മൾ ഊരിണ്ടായിരുന്നു, അത് ഓവറോൾ ചെയ്യാൻ പോവാം. സെക്കൻഡ് എഞ്ചിനാണ് ഇതിൻ്റെ ഇൻചാർജ്. ഓക്കെ, അപ്പോൾ ചെങ്ങാമാരെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ടർബോ ചാർജറിൻ്റെ എക്സോസ്റ്റ് സൈഡാണ് ഊരാൻ പോകുന്നത്. ഓവറോൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ മാറ്റാനുള്ള സ്പേസ് എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ തൊടാറുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് എക്സോസ്റ്റ് സൈഡ് വീൽ അസംബ്ലി അല്ലെങ്കിൽ ടർബൈൻ. എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പ്രഷറിൽ ഈ ടർബൈൻ കടന്ന് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ചെങ്ങാമാരെ നിങ്ങൾക്ക് ഈ ടർബൈൻ ഹൗസിംഗ് നോക്കിയാൽ കാണാൻ എല്ലാം കറുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ക്ലീൻ ആക്കി വൃത്തിയാക്കാനുള്ളതാണ്. ചെങ്ങാമാരെ ഈ കാണുന്നതാണ് കംപ്രസർ വീൽ സൈഡ്. നമ്മുടെ മെയിൻ ഷാഫ്റ്റ് എക്സോസ്റ്റ് ഗ്യാസ് പോകുമ്പോൾ തിരിയും. ആ ഷാഫ്റ്റോടൊപ്പം തന്നെ നമ്മുടെ കംപ്രസർ വീലും കൂടി തിരിയുമ്പോൾ എയറിനെ കംപ്രസ് ചെയ്ത് നമുക്ക് എഞ്ചിനിലേക്ക് കൊടുക്കാൻ പറ്റും. ചെങ്ങാമാരെ ആക്ച്വലി ഇത് വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടർബോ ജോസായ സെക്കൻഡ് എഞ്ചിനീയർ മെഷർമെൻറ്റെല്ലാം എടുത്തിട്ട് ഉറക്കെ വിളിച്ച് പറയുന്നു 4 mm. അപ്പോൾ ചെങ്ങാമാരെ നമുക്കിനി ചെയ്യാനുള്ള വെച്ചാൽ ഷാഫ്റ്റ് അസംബ്ലി ഒരിടത്ത് ക്ലീൻ ആക്കുക, ഇതിൻ്റെ ഹൗസിങ് ക്ലീൻ ആക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ജേർണൽ ബെയറിങ്ങും ത്രസ്റ്റ് ബെയറിങ്ങും പുതിയ സ്പെയർ ഇട്ടിട്ട് സംഭവം ബോക്സപ്പ് ചെയ്യണം. അപ്പോൾ ചെങ്ങാമാരെ ഇത്രയുള്ള സംഭവങ്ങളൊക്കെ ബാക്കിയൊക്കെ ഒരു ചെയ്തോളും. അപ്പോൾ ശരി എന്നാൽ.